റെഡി. മല്ലന്മാരെ ഗുസ്തിക്ക് വിളിക്കണം. ഹായ് കോഴിമുട്ട, ഞാൻ റെഡി. അളിയാ കേശുവളിയാ വാടാ കുട്ടാ. റെഡിയല്ലേ? റെഡിയല്ലേ? റെഡി. എവിടെ അളിയ? എവിടെ കിടക്കാൻ ഞാനല്ലേ മുമ്പിൽ നിൽക്കുന്നേ. മുട്ട എവിടെ? കിടക്കാനി ടോട്ടൽ എത്ര കോഴിമുട്ട? 10 இருக்கு. ஐயோ முழுசா நான் புழுங்கி வச்சிருக்கேன். முதல்ல இந்த 10 முட்டையை சாப்பிட்டு முடியுங்க, அதுக்குள்ள நான் எடுத்துட்டு வருவேன். അങ്ങനെ അങ്ങനെ ഓക്കെ. അപ്പൊ അളിയാ എങ്ങനാ തുടങ്ങാലോ? നിനക്കല്ലേ ആവേശം കൂടുതല്, നീ തുടങ്ങ്. ആവേശം കാണിച്ചവരാരും വിജയിച്ചിട്ടില്ല. അതെ, അങ്ങനെ എന്നെ മാനസികമായിട്ട് തളർത്താൻ ഇവിടെ ആരും വിചാരിക്കണ്ട കേട്ടാ. ഞാൻ കളിച്ച കളിയെല്ലാം ജയിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തോക്കാൻ റെഡി ആയിക്കോ. നമുക്ക് നോക്കാടാ. എന്റെ ആന്റി, ഇവർ ഈ വായ്ത്താളം മാത്രമേ ഉള്ളൂ. ആന്റിക്ക് വേണമെങ്കിൽ ആന്റി എടുത്ത് കഴിച്ചു. മുട്ട തൊട്ടുപോലും. ഇത് ഞങ്ങളുടെ മത്സരത്തിന് വേണ്ടിയുള്ള മുട്ടയാണ്. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ വേറെ മേടിച്ചുതരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കൊക്കെ എന്താണ് പ്രശ്നം? വയ്യേ? തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാ? ഈ പീക്കിരി പിള്ളേരെ പോലെ തീറ്റ മത്സരമൊക്കെ സെറ്റ് ചെയ്യുന്നു, അത് മുട്ട. അങ്ങനൊക്കെ പറയാം, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ബെറ്റ് നമ്മുടെ ബെറ്റ്, നമ്മുടെ മത്സരം നമ്മുടെ മത്സരം, ഇത്രേ ഉള്ളൂ. ഇരിയളേ രണ്ടുപേരോടും കൂടെ ഒരു കാര്യം പറയാം. നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം, ദഹിക്കത്തില്ല, മുട്ടയാ. ഇതൊക്കെ ഈസി പീസി കേസല്ലേ മുമ്മ. കേശുവിന് ഇതൊക്കെ ഒരു പൂ പറിക്കുന്ന പോലുള്ള ലാഘവത്തോടെ ഞാൻ വിഴുങ്ങുന്നത്. 1 2 3. അങ്ങനെ 32 മുട്ടയില് 10 മുട്ട കഥം. 5 എണ്ണം നീ കഴിച്ചു, 5 എണ്ണം നീ കഴിച്ചു. എനിക്ക് 5 നാരങ്ങ മുട്ട കഴിച്ച ഫീലേ ഉള്ളൂ. അത്രേ ഉള്ള എനിക്ക് 5 ജീരകമിട്ട നനഞ്ഞ ഫീല്. നനഞ്ഞ. ஆனா பாத்துட்டு இருக்கிற எங்களுக்கு 10 முட்டை முழுசா சாப்பிட்ட மாதிரி இருக்கு இப்போ. അളിയാ അളിയാ വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടോ? അളിയനെ വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും, അതായിരിക്കും അല്ലേ? പിള്ളേരെ, നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് കുടിക്കേ. ഏയ്, വെള്ളത്തിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് എനിക്ക് നിത്യാഭ്യാസമാണ്. പിള്ളേരിത് കണ്ട് ദേവീത് അനുകരിക്കരുത്. അവസാനം മുട്ട തൊണ്ടേ കുരുങ്ങിട്ട് എന്നെ കുറ്റം പറയല്. ஆவேசம் எல்லாம் சரி, இப்ப 10 முட்டை தான் தீர்ந்திருக்கு, மிச்சம் அங்கே இருக்கு. കൊണ്ടുവാ, അടുത്ത മുട്ട കൊണ്ടുവാ. അടുത്ത 10 വരട്ടെ. മതിയായെങ്കിൽ അച്ചാരം വെച്ച് കീഴടങ്ങുന്നതല്ലേ നല്ലത്. അത് ഇവിടെ പറയണ്ട, അവിടെ പറ. അച്ചാരം വെക്കണ്ട, അതിന്റെ വെച്ചാൽ മതി. ഇവിടെ പറയേണ്ട കാര്യമില്ല. ശരി, മുട്ട വരട്ടെ. മിസ്റ്റർ സിദ്ധുളേൻ, താങ്കൾക്ക് ഒരു കാര്യം അറിയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 5 കോഴിമുട്ട സ്മൂത്തായിട്ട് കഴിക്കും. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അമ്മ എനിക്ക് തരുമായിരുന്നു 10 കോഴിമുട്ട. പിന്നെ ഒരെണ്ണം കൂടെ തരുമോ എന്ന് ചോദിച്ച് കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കും. സിദ്ധു, കുറച്ച് കുറയ്ക്കാം. ഞാൻ തള്ളിയതല്ല, ഇതുള്ളതാ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്.
അല്ലെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടല്ലേ? ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്നാ ഇന്ന് അതിന്റെ ബാക്കി കരയാം. എനിക്ക് മുട്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട്. കാണാം. കനകാന്റി മുട്ട. ആന്റി അങ്ങനെ 32 മുട്ടയില് 20 മുട്ട കഥം. 10 നീ കഴിച്ചു, 10 നീ കഴിച്ചു. ഇനി ബാലൻസ് 12 മുട്ട. ഇച്ചിരി വെള്ളം വേണോ? അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് റെസ്റ്റ്. വേണ്ട, റെസ്റ്റ് വേണം, വെള്ളം വേണ്ട.